സ്പേസ് എക്സിന്റെ പേടകം കടലിൽ ഇറങ്ങുമ്പോൾ പന്ത് പോലെ പൊങ്ങിക്കിടക്കുന്നത് എങ്ങനെയാണ്? അതിന് ഒരുപാട് ഭാരമുണ്ടല്ലോ, അത് എങ്ങനെ ശരിയാകും? ഈ കാഴ്ച നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. ഡ്രാഗൺ കാപ്സ്യൂൾ എന്ന സ്പേസ് എക്സ് പേടകം ബഹിരാകാശത്ത് നിന്ന് തിരിച്ചെത്തി ഫ്ലോറിഡയിലെ കടലിൽ പാരച്യൂട്ടുകളോടെ ഇറങ്ങി പിന്നീട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ഏകദേശം 4300 കിലോഗ്രാം ഭാരമുള്ള ഈ പേടകം എങ്ങനെ പൊങ്ങുന്നു എന്നത് ഒരു അത്ഭുതമായി തോന്നാം. ഈ പ്രതിഭാസത്തിന്റെ ഉത്തരം ആർക്കിമിഡീസിന്റെ തത്വത്തിലാണ്. ഒരു വസ്തു ദ്രാവകത്തിൽ മുങ്ങുമ്പോൾ അത് മാറ്റിസ്ഥാപിക്കുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായ ഒരു ശക്തി മുകളിലേക്ക് അനുഭവപ്പെടുന്നു. ഡ്രാഗൺ പേടകം കടലിൽ ഇറങ്ങുമ്പോൾ അതിന്റെ ഭാരം വെള്ളത്തിന്റെ ശക്തിയുമായി താരതമ്യം ചെയ്യപ്പെടുന്നു. ഈ പേടകത്തിന്റെ ഭാരം 4300 കിലോഗ്രാമാണെങ്കിലും അതിന്റെ വലിപ്പവും ആകൃതിയും കാരണം ധാരാളം വെള്ളം മാറ്റിസ്ഥാപിക്കുന്നു. ഉപ്പുവെള്ളത്തിന്റെ സാന്ദ്രത കൂടുതലായതിനാൽ ഒരു ലിറ്ററിന് ഏകദേശം 1.025 കിലോഗ്രാം ഭാരമുണ്ട്. ഡ്രാഗൺ ഏകദേശം 9.3 മീറ്റർ ഉയരവും 4 മീറ്റർ വ്യാസവുമുള്ള ഒരു കാപ്സ്യൂളാണ്. അതിന്റെ ഭാഗങ്ങൾ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആയിരക്കണക്കിന് ലിറ്റർ വെള്ളം മാറ്റുന്നു. ഇത് മതിയായ ശക്തി നൽകി പേടകത്തെ പൊന്തിച്ചു നിർത്തുന്നു. സ്പേസ് എക്സ് ഈ പേടകം രൂപകൽപ്പന ചെയ്തത് തന്നെ കടൽ ലാൻഡിംഗിന് അനുയോജ്യമാക്കിയാണ്. ഡ്രാഗൺ കാപ്സ്യൂളിന്റെ താഴ്ഭാഗത്ത് ഒരു ഹീറ്റ് ഷീൽഡ് ഉണ്ട്. അത് അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോൾ 1600 ഡിഗ്രി സെൽഷ്യസ് ചൂടിനെ ചെറുക്കുന്നു. എന്നാൽ പേടകത്തിന്റെ മുകൾഭാഗവും വശങ്ങളും താരതമ്യേന ഭാരം കുറഞ്ഞ വസ്തുക്കളാൽ നിർമ്മിച്ചിരിക്കുന്നു. അതിനുള്ളിൽ വായു നിറഞ്ഞ അറകളുമുണ്ട്. ഈ ഘടന പേടകത്തിന്റെ മൊത്തം സാന്ദ്രത കുറക്കുന്നു. അതായത് ഒരു യൂണിറ്റ് വോളിയത്തിന് വെള്ളത്തേക്കാൾ കുറഞ്ഞ ഭാരം വരുന്നു.